പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തില് കർത്താവിനോട് കൂടെ ചേർന്നുള്ള നടപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായത്. കർത്താവിനോട് ചേർന്ന് വസിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ദൈവവചനം നമുക്കതിന് ഏറ്റവും വലിയ വഴികാട്ടി. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞു, അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഞാനാണ് വഴി. യേശു പറഞ്ഞു, ഞാനാണ് വഴി. പക്ഷെ ആ വഴിയിൽ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാലേ സാധിക്കും. ബുദ്ധി കൊണ്ടോ തീരുമാനങ്ങളുടെ ഉറപ്പ് കൊണ്ടോ ജീവിതത്തിന്റെ യാതൊരു വിധമായ പ്രവർത്തികൾ കൊണ്ടോ അത് സാധ്യമല്ല. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മെ ആ നിലയിൽ നയിക്കാൻ കഴിയൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ആത്മാവാണ് നമ്മെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്. നമ്മളിവിടെ വചനത്തിൽ കാണുമ്പോൾ ഹല്ലേലൂയ, റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 2-ാം വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ 3 പ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. 1 പാപത്തിന്റെ പ്രമാണം, 2 മരണത്തിന്റെ പ്രമാണം, 3 ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ 2ആയിട്ടല്ല പറയുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എന്നാൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. നമുക്കറിയാം, മരണം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ് മരണം. യെസ്, അത് നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മരണം എന്ന് പറയുന്നത് എപ്പോഴാണോ ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ ലൈഫ്, അദ്ദേഹത്തിന്റെ ആത്മീക ജീവിതം എപ്പോഴാണോ ഉണരാതിരിക്കുന്നത്, അവിടെയാണ് സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ച അവസ്ഥ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ആ വ്യക്തിയുടെ മനസ്സ് ആക്റ്റീവാണ്, ശരീരവും വളരെ ആക്റ്റീവാണ്. എന്നാൽ ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതിരിക്കുന്ന അവസ്ഥ, അതാണ് ഡെഡ് സിറ്റുവേഷൻ. അപ്പൊ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ മരണത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ രക്ഷിക്കപ്പെടും. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഏതോ ഒരു മതത്തിലോ സഭയിലോ ചേരാനുള്ള ഒരു പ്രക്രിയയായിട്ട് കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. യേശുവിനെ കർത്താവായി സ്വീകരിക്കുക, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് കർത്തൃത്വം വിട്ടുകൊടുക്കുന്നത് അതൊരു മതപരമായ ചടങ്ങായിട്ട് മാറുമ്പോൾ നമ്മൾ പരാജയപ്പെടും. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, യേശു ക്രിസ്തു അതായത് മറിയയുടെയും യോസഫിന്റെയും മകനായിട്ട് ജനിച്ചു എന്ന് അന്ന് പറഞ്ഞ യേശു ക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ് കയറിയപ്പോൾ അവിടുന്ന് ഒരു വലിയ സംഭവം ഉണ്ടായി. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ആ പോയിന്റ് മുതൽ യേശുവിനെ ദൈവപുത്രനായിട്ട് മാറ്റി. ദൈവപുത്രൻ എന്ന തലത്തിലേക്കാണ് യേശുവിനെ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ്? ആത്മാവ് വന്നു വസിച്ചപ്പോൾ. ഇപ്പൊ ഈ ആത്മാവ് വന്നു വസിച്ചു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ആത്മാവ് ഇല്ലായിരുന്നു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ കാണുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉത്പാദിതമാകുന്ന വിശുദ്ധ പ്രജ എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ അങ്ങനെ നമ്മൾ കാണുമ്പോൾ അതേ ലൂക്കോസിന്റെ സുവിശേഷത്തില് നമുക്ക് പിന്നെയും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവൻ ആത്മാവിൽ ബലപ്പെട്ടു. അവൻ പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടു എന്നാണ് കാണുന്നത്. അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ ആത്മാവിൽ ബലപ്പെട്ടു. ആമേൻ. യേശുവിനെ കുറിച്ച് വീണ്ടും പറയുന്നത് അവൻ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അപ്പൊ യേശുവിനെ കുറിച്ച് ആത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ, ആത്മാവിനാൽ ജനിച്ചവൻ, ആത്മാവിനാൽ ബലപ്പെട്ടവൻ എന്നൊക്കെ പറയുകയും ആത്മാവ് വന്നു വസിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്?
അത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിന് താൻ ദൈവപുത്രനാന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംഭവമായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അതങ്ങനെയല്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തില് അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും 32, 33, 34 വാക്യം. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് എന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, യേശുവിനെ കുറിച്ച് അവിടെ പറയുകയാണ്, ഇവൻ ദൈവപുത്രൻ എന്ന് ഞാൻ സാക്ഷ്യം പറയും. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ആദ്യമായിട്ട് യേശുവിന് മേൽ വന്ന് ഏതോ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് യേശുവിനെ നടത്തിയെന്നല്ല. യേശു ദൈവപുത്രനായിരുന്നതിനെ യോഹന്നാന് അതിന്റെ തിരിച്ചറിവ് കൊടുക്കാനും, യോഹന്നാൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവനാകൊണ്ട്, കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടവനായതുകൊണ്ട്, വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവനായതുകൊണ്ട്, ഹല്ലേലൂയ, അവനോ വളരണം ഞാനോ കുറയണമെന്ന് അവനിലേക്ക് അവരെ നയിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് യോഹന്നാനു വേണ്ടി സംഭവിച്ചതാണത്. കാരണം യേശുക്രിസ്തു ദേവാലയത്തിൽ അവിടുത്തെ ഉപദേഷ്ടാക്കന്മാരോട് സംസാരിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും അവൻ ഉപദേശിക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. 3 ദിവസം യേശുവിനെ കണ്ടില്ല. മറിയ ചോദിച്ചു, നീ എന്തുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? യേശു പറഞ്ഞത് ഇതാണ്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ വസിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ യേശുവിന് അപ്പോൾ തന്നെ അറിയാം, അവൻ പിതാവിനുള്ളവനാണ്, സ്വർഗസ്ഥനാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. അപ്പോഴേ അറിയാം. ആ യേശു ഈ സ്നാനപ്പെട്ടതോട് ചേർന്ന് സംഭവിച്ച സംഭവം ഒരിക്കലും അവരുടെ യേശുക്രിസ്തുവിന്റെ പദവി മാറ്റാൻ വേണ്ടി ആയിരുന്നില്ല. യോഹന്നാന്റെയും ചുറ്റുപാടുകളുടെയും അറിവ് മാറ്റാനായിട്ടും യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ അയച്ചവനായ കർത്താവ് അവന് അടയാളമായി കൊടുത്തതാണ്. അപ്പോൾ യേശു ആത്മാവിലായിരുന്നു. യേശു ആത്മാവിൽ ജനിച്ചവനായിരുന്നു. അവർ ആത്മാവിലായിരുന്നു. ഹല്ലേലൂയ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തി. എവിടെ നിന്നാണ്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി. എന്താണ് ഈ പാപത്തിന്റെ പ്രമാണം? പാപം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ചില പ്രവൃത്തികൾ ചെയ്യുന്നതാണ് പാപം. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ പാപം എന്ന് പറയുമ്പോൾ നമുക്ക് വചനത്തിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു, അവിശ്വാസമാണ് പാപം. എല്ലാ പാപത്തിലും വലിയ പാപമായിട്ട് നമ്മൾ കാണേണ്ടത് അവിശ്വാസത്തെയാണ്. അത് റോമാലേഖനം അതിന്റെ 13-ാം അധ്യായത്തില് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, പാപം ചെയ്യുന്നത് അതിന്റെ 14-ാം അധ്യായം 23-ാം വാക്യം. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായകൊണ്ട് അവൻ കുറ്റക്കാരനാകും. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം അത്രയും. ഇപ്പൊ എന്താണ് പാപം? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. അങ്ങനെ അവിടെ പറയുമ്പോ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും. എന്നിൽ വിശ്വസിക്കുക. അപ്പോൾ അവിടെ എന്താണ് പാപം? അവിശ്വാസമാണ് പാപം. അപ്പൊ പാപം എന്ന് കേൾക്കുമ്പോൾ നാം ഉടനെ ചില പ്രവർത്തികളെ കാണാതെ, പാപം എന്നാൽ നാം പാപം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു വെളിപ്പാട്, പാപം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവിടെ നാം തിരിച്ചറിയേണ്ട ഒരു അറിവുണ്ട്. പാപം അവിശ്വാസമാണ് പാപം. അപ്പൊ അവിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിൽ ജീവിക്കും. അവിശ്വാസത്തിൽ നിന്നാണ് പാപം എല്ലാം, പാപത്തിന്റെ പ്രവൃത്തികളെല്ലാം ആരംഭിക്കുന്ന അവിശ്വാസത്തിൽ നിന്ന്. അപ്പൊ പാപത്തിന്റെ പ്രമാണം, അവിശ്വാസത്തിന്റെ പ്രമാണം. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കണം. അഥവാ യേശുവിൽ ക്രിസ്തു വസിച്ചതുപോലെ എന്നിലും വസിക്കുന്നു എന്ന് തിരിച്ചറിയണം.
അതാണ് പാപത്തിന്റെ പ്രമാണം. എന്താണ്? ഞാൻ ദൈവത്തെ എവിടേക്കോ തേടി നടക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എന്നാലാവുന്ന പണികളെല്ലാം ചെയ്യണം. അതാണ് പാപത്തിന്റെ പ്രമാണം. ദൈവം വേറെങ്ങുമാണ്, എവിടെയോ ആണ്. ദൈവത്തെ അന്വേഷിച്ച് നടക്കുക. യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ച പോലെ തന്നെ എന്നിലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ള അറിവ്. ക്രിസ്തു എന്നിൽ വസിക്കുന്നു, പിതാവിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. നമ്മൾ എത്രയോ പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് 1 കൊരിന്ത്യർ ലേഖനം 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എത്രയോ തവണ നമ്മൾ കേൾക്കുന്ന ഒരു മെസ്സേജാണത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ നമ്മളതിനെ മനസ്സിലാക്കുന്നു. നമ്മൾ പലപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആരാധിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ദൈവത്തെ കാരണം നമ്മൾ പറയുന്നത്, ഞാൻ ആരാധനയിൽ ദൈവത്തിന്റെ സൗന്ദര്യം കണ്ടു. ഇന്നത്തെ വർഷിപ്പിൽ ഞാൻ ദൈവത്തിന്റെ സൗന്ദര്യം കണ്ടു, ദൈവത്തിന്റെ മഹത്വം കണ്ടു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, വർഷിപ്പിലല്ല ദൈവത്തിന്റെ മഹത്വം ഇരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ചില പ്രക്രിയകളിലല്ല ദൈവത്തിന്റെ മഹത്വം ഇരിക്കുന്നത്. നിങ്ങളുടെ മനോഹരമായ പ്രാർത്ഥനയിലല്ല ദൈവത്തിന്റെ മഹത്വം ഇരിക്കുന്നത്. നിങ്ങളുടെ ഗിവിങ്ങിലല്ല ദൈവത്തിന്റെ മഹത്വം ഇരിക്കുന്നത്. ഏതോ കെട്ടിടത്തിലോ പ്രത്യേക ചില വ്യക്തികളിലോ ഏതോ ഒരു സ്ഥലത്തോ അല്ല ദൈവത്തിന്റെ മഹത്വം ഇരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അപ്പോഴെന്താണ് ഈ പാപത്തിന്റെ പ്രമാണം? എന്നിൽ ദൈവം വസിക്കുന്നുവെന്ന് ഒരു വ്യക്തി തിരിച്ചറിയാതെ പോകുന്നതാണ് പാപത്തിന്റെ പ്രമാണം. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കാതിരിക്കുന്നതാണ് പാപത്തിന്റെ പ്രമാണം. അവൻ എന്നിൽ വസിക്കുന്നുകൊണ്ട് ഈ ശരീരത്തിൽ പാപത്തിനോ ശാപത്തിനോ രോഗത്തിനോ ദാരിദ്ര്യത്തിനോ കുറ്റബോധത്തിനോ സ്ഥാനമില്ല എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് പാപത്തിന്റെ പ്രമാണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാപം അവിശ്വാസം, അവിശ്വാസമാണ് പാപം. അതിലും വലിയൊരു പാപമില്ല. അതിലും വേറെ പാപങ്ങളുമില്ല. അതാണ് പാപം, അവിശ്വാസമാണ് പാപം. അപ്പൊ പാപത്തിൽ നിന്ന്, ആ പാപത്തിന്റെ ബൈ പ്രോഡക്ട്സ് ആണ് ബാക്കിയുള്ളതെല്ലാം പ്രവർത്തികൾ. അവിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്, മറ്റല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് പാപം ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യം വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കേണ്ടത്? ഇന്ന വ്യക്തിയിൽ ദൈവമുണ്ട്, ഇന്ന സ്ഥലത്ത് ദൈവമുണ്ട്, ഇന്ന കാര്യം ചെയ്താൽ ദൈവത്തെ എനിക്ക് കാണും, ഇന്ന രീതിയിൽ ജീവിച്ചാൽ ദൈവത്തെ എനിക്ക് കാണും. പ്രിയപ്പെട്ടവരെ, ശരിക്കും പാപം എന്ന് പറയുന്നത് നമ്മൾ ആരെയൊക്കെയോ ചിലരെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെല്ലാം പാപികളാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം പാപമാണ്, അവരെല്ലാം പാപികളാണ്. പക്ഷെ നമ്മൾ ദൈവത്തെ തേടി ഭൂമിയിൽ മുഴുവൻ അലയും. നമ്മൾ പറയും, ഞാൻ പാപിയല്ല, ഞാൻ നീതിമാൻ, ഞാൻ ദൈവത്തെ തേടുന്നവൻ. പ്രിയപ്പെട്ടവർ, ദൈവത്തെ തേടുന്നവനല്ല, ദൈവത്തെ അവരിലുണ്ടെന്ന് അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവവൈദ്യൻ. അതായത് ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളൊരു ഭക്തരായിട്ട് മാറും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ചിന്തകളുണ്ടാവും. ഒന്ന്, ചിലപ്പോൾ നിങ്ങൾ മോശക്കാരൻ ചിന്തിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൈഡ് ഉണ്ടാവും. പക്ഷെ നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ അറിയുമ്പോൾ അവിടെയാണ് നിങ്ങൾ ദൈവമക്കളാകുന്നത്, അഥവാ ആത്മീയനാണ്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിക്കേ, നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവം നിങ്ങളിലാണ് വസിക്കുന്നത്. ദൈവത്തിന് വസിക്കാൻ പ്രത്യേകമായ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു പ്രത്യേക സ്ഥലമൊന്നും വേണ്ട. ഇന്ന സ്ഥലത്ത്, ഇന്ന സ്ഥലത്ത്, ഇന്ന വസ്തുക്കളിൽ, അല്ല. ദൈവം വസിക്കുന്നത് അവൻ ഹല്ലേലൂയ സകല മാനവജാതിയിൽ നിങ്ങളിൽ ദൈവം വസിക്കുന്നുണ്ട്. തിരിച്ചറിവുണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ രക്ഷ. ആ തിരിച്ചറിവുണ്ടാകത്തിടത്തോളം അവന് ജീവൻ പ്രാപിക്കാൻ കഴിയാതെ പോകുന്നു. തിരിച്ചറിവിലാണ് ജീവൻ ഇരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് പല വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന, ലാസറിനെ ഉയർപ്പിച്ച, കുരുടന് കാഴ്ച കൊടുത്ത, 5 അപ്പങ്ങളെ 5000 പേര് പോഷിപ്പിച്ച് യേശുവിൽ വിശ്വസിക്കുന്നു. യെസ്, ഗുഡ്. എന്നാൽ യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ, അഥവാ
യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന യഥാർത്ഥ തലത്തിലേക്ക് നാം എത്തണം. നമ്മളിൽ സംഭവിക്കേണ്ട ഏക കാര്യം എന്താണെന്നറിയോ? യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ അകത്തും വസിക്കുന്നു. അഥവാ ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന് എപ്പോഴാണ് ഒരു വ്യക്തി തിരിച്ചറിയുന്നത്, അതാണ് യഥാർത്ഥത്തിൽ ഹല്ലേലൂയ ജീവൻ, രക്ഷ ഒക്കെ. അപ്പൊ നമ്മള് ഈ മറ്റു പല കാര്യങ്ങൾ, എല്ലാ മതങ്ങളിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഏത് ആചാരങ്ങളിൽ കൂടെ നിങ്ങൾ പോയാലും നിങ്ങളുടെ ഉള്ളിൽ ബോധ്യം ഉണ്ടാകണം, God is in you, Christ is in you, the hope of glory. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം, അതായത് നിങ്ങളിൽ ക്രിസ്തു വസിക്കുന്നു എന്ന് അറിവില്ലാതിരിക്കുന്ന അവസ്ഥയാണ് പാപം. ആ അറിവില്ലാതിരിക്കുന്ന അവസ്ഥയാണ് മരണം. അതായത് യേശുക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള അറിവ് നിങ്ങളുടെ സോളിൽ ഉണ്ടാകണം, നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ആ അറിവ് നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരം ജീവനിലേക്ക് കടക്കും. ആ അറിവ് നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരം ബലഹീനമാകാം. അവിടെയാണ് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. അതായത് അവിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിട്ട് അതിൻ്റെ ഫ്രൂട്ടായിട്ട് മരണം എൻ്റെ ശരീരത്തിൽ വാഴും. പക്ഷേ വിശ്വാസം എൻ്റെ അകത്തുണ്ടാകുമ്പോൾ എൻ്റെ ശരീരത്തിൽ ജീവൻ വാഴാൻ തുടങ്ങും. ജീവൻ വാഴാൻ തുടങ്ങും. റോമാലേഖനം അതിന് തന്നെ 8-ാമത്തെ അധ്യായത്തില് 10-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, ഇഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു, നിങ്ങളുടെ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും. ഇപ്പൊ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ ശരീരം പാപനിമിത്തം മരിക്കും എന്ന് പറഞ്ഞാൽ, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇനി ആ ശരീരത്തില് പാപത്തിന് സ്ഥാനമില്ല. പാപനിമിത്തം മരിച്ചിരിക്കുക. ആ ശരീരം പാപനിമിത്തം മരിച്ചിരിക്കുക. ഇനി ഇല്ലത്. ആ ശരീരത്തിനകത്ത് എന്തില്ല? പാപത്തിന്റെ ഇച്ഛകളില്ല. പാപത്തിന് മരിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് ചിലർക്ക് ചില പ്രയാസമുള്ളവരുണ്ട്, രോഗം. ചിലർക്ക് മണം തിരിച്ചറിയാൻ പറ്റത്തില്ല, ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത രോഗമുണ്ട്. ചിലർക്ക് പലതരത്തിലുള്ള മറ്റു തരത്തിലുള്ള രോഗങ്ങളുണ്ട്. അവരുടെ ശരീര അവയവങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചില ബലഹീനത നിമിത്തം അതിന്റെ ശരിയായ പ്രവർത്തനം നടക്കാത്തത് പ്രയാസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പറയുന്നത് ആ ഏരിയയിൽ ഡെഡാ. ആ ഏരിയയിൽ ഡെഡാ. പാപം നിമിത്തം, അതായത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ പാപത്തിന് നിങ്ങൾ മരിച്ചവരായി. ഇനി പാപത്തിന്റെ ചിന്ത നിങ്ങളിൽ വരുത്തില്ല. അതങ്ങനെ ഒരു മരണം സംഭവിച്ചെങ്കിലും പാപം നിമിത്തം ശരീരം മരിക്കേണ്ടതെങ്കിലും മരിക്കണം. എന്തുകൊണ്ടാണ്? പാപത്തിന് ഇനി സ്ഥാനമില്ല. വെറുപ്പ്, ദേഷ്യം, കയ്പ്, ഇതിനോട് പ്രതികരിക്കുന്ന നേച്ചർ പോയി. ആത്മാവ് നീതി നിമിത്തം ജീവിക്കേണ്ടതാണ്. കാരണം എന്താണെന്നറിയോ? ക്രിസ്തു നിങ്ങളിലുണ്ട്. ക്രിസ്തു നിങ്ങളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അപ്പോഴവിടെ എനിക്ക് സ്വാതന്ത്ര്യം വന്നൊരു മേഖലയാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോൾ നമുക്ക് ഒരു കാലത്ത് ദേഷ്യം വന്നാൽ നമ്മൾ ചിലർ പറയാറില്ലേ, ഈ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. നിരാശ, കോപം, വെറുപ്പ്, ജഡത്തിന്റെ ഇച്ഛകൾ, സുഖങ്ങൾ, അങ്ങനെ പാപത്തിന് അടിമപ്പെട്ട് കിടക്കാറുണ്ട്. പക്ഷെ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നതുകൊണ്ട് ശരീരം പാപനിമിത്തം മരിച്ചു. ഇപ്പോൾ ആത്മാവ് നീതി നിമിത്തം ജീവൻ. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. അതിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, സ്പിരിറ്റ്
which can give life. Spirit which can give life. അപ്പൊ അവിടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എന്താണ് ഈ ആത്മാവിന്റെ പ്രമാണം? ആത്മാവിനെ കുറിച്ച് ഒന്നുകൂടെ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു. ഒന്ന്, ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക. ആത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ അകത്ത് പകർന്നിരിക്കുക. ആത്മാവിനാൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആത്മാവിനാലുള്ള കൂട്ടായ്മ. ഇപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അപ്പൊ അത് ഒന്നായിട്ടാ പറയുന്നത്. കാരണം ജീവനുള്ളിടത്ത് ആത്മാവുണ്ട്, ആത്മാവുള്ളിടത്ത് ജീവനുണ്ട്. എന്താണ് ഈ ആത്മാവും ജീവനും തമ്മിലുള്ള ബന്ധം? അതായത് യോഹന്നാന്റെ സുവിശേഷം 4:24 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. അപ്പൊ ദൈവം ആത്മാവാകുന്നത് കൊണ്ട് തന്നെ, ഹല്ലേലൂയ, ആമേൻ, ആത്മാവുള്ളിടത്ത് ദൈവമുണ്ട്. ആത്മാവാണ് ജീവൻ, ആത്മാവാണ് ദൈവം. ഇപ്പൊ ദൈവത്തിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി. എന്താണ് ദൈവത്തിന്റെ പ്രമാണം? ദൈവത്തിന് ഒറ്റ പ്രമാണമേ ഉള്ളൂ, ലവ്, സ്നേഹം, സ്നേഹിക്കുക, സ്നേഹം. അതായത് സ്നേഹം, പഴയ നിയമത്തിൽ ദൈവസ്നേഹം ന്യായപ്രമാണത്താൽ ജനത്തെ ശിക്ഷിച്ച് നടത്തിയപ്പോൾ, പുതിയ നിയമത്തിൽ കൃപ സ്നേഹത്താൽ ജനത്തെ ശിക്ഷിക്കുക. അതായത് പഴയ നിയമത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷകളായിരുന്നു അവന് കൊടുത്ത ഏറ്റവും വലിയ ഡിസിപ്ലിനായിട്ട് അവൻ ഏറ്റവും വലിയ കൊടുത്തിരുന്ന ശിക്ഷ ഏതാണ്? പക്ഷെ പുതിയ നിയമത്തിൽ സ്നേഹമാണ് ഏറ്റവും വലിയ ശിക്ഷ. എന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റ് ചെയ്തപ്പോഴും, ഞാൻ വീണുപോയപ്പോഴും, ഞാൻ പാപം ചെയ്തപ്പോഴും എന്നെ കൈവിടാത്തവനായ കർത്താവ്, എന്നെ വീണ്ടും തേടിയെത്തി ആ സ്നേഹത്തിൽ എന്നെ ഉറപ്പിക്കുന്ന കർത്താവ്, ഇല്ല എന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് ഇപ്പോഴും സ്വർഗത്തിൽ ശബ്ദിക്കുന്ന ശബ്ദം, ആ ശബ്ദമാണ് ഇന്ന്, ഹല്ലേലൂയ, എന്റെ ജീവിതത്തെ, നിങ്ങളുടെ ജീവിതത്തെ ആമേൻ അർത്ഥവത്താക്കുന്നത്, പ്രയോജനകരമാക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതാണ് ഏറ്റവും വലിയ ഡിസിപ്ലിൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തീത്തോസിന്റെ 2-ാം അധ്യായത്തിൽ പറയുന്നത്, കൃപ നമ്മെ ശിക്ഷിച്ച് നടത്തുന്നു. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു, അത് നമ്മെ ശിക്ഷിച്ച് നടത്തുന്നു. എന്താ? കൃപ. പ്രിയപ്പെട്ടവരെ, അവിടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതായത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്റെ അകത്തൊരു ബോധ്യം വന്നു. എന്താണെന്നറിയാം? ഒരു കൂട്ടായ്മയുടെ ബോധ്യം. ദൈവം തന്റെ സ്നേഹത്താൽ പുത്രനെ തന്ന് എന്നെ വീണ്ടെടുത്തിരിക്കുക. ഞാനും കർത്താവുമായിട്ട് നല്ല ബന്ധത്തിലാണ്. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവനിലാണ്, അവൻ എന്റെ അകത്താണ്. ഹല്ലേലൂയ. ആമേൻ. ഐ ആം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. ഈ ബോധ്യത്തിലേക്ക് വന്നു. ആമേൻ. ആത്മാവിന്റെ പ്രമാണത്തിലേക്ക്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശാരീരികമായിട്ട് രോഗത്തിലായിരിക്കുന്നവരുണ്ടോ? മാനസികമായിട്ട് തകർന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ഒരൊറ്റ കാര്യം തിരിച്ചറിഞ്ഞാൽ മതി, ദൈവം നിങ്ങളെ സ്നേഹിക്കും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിങ്ങളിലേക്ക് പ്രവർത്തിക്കാനായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുന്ന ഒരു രോഗവും ദൈവത്തിന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പ്ലാൻ അല്ല. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ളത് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. രോഗത്തിന് വേണ്ടിയുള്ളത് നിങ്ങൾ ചെയ്തു വെച്ചു, നമ്മൾ ചെയ്തു വെച്ചു, ലോകം ചെയ്തു, പിശാച് ചെയ്തു. പക്ഷേ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ളത് യേശു ക്രൂശിൽ നിവർത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ രോഗികളല്ല. നിങ്ങളുടെ മേൽ രോഗത്തിന് അധികാരമില്ല, നിങ്ങളുടെ മേൽ വേദനയ്ക്ക് അധികാരമില്ല. അവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്നു, നമ്മുടെ വേദനകളെ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനാൽ ശിക്ഷ അവന്റെ മേലായി. നമ്മൾ തിരിച്ചറിയണം, ദൈവം എന്നിൽ വസിക്കുക. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ലവ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിൽ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുക.
ആ തിരിച്ചറിവിൽ നിൽക്കുന്ന സ്ഥലത്ത് അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ, ജീവൻ, അഭിവൃദ്ധി, ഉയർച്ച സകലതും അവിടെയാണ്. യെസ്, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിരാശകളെ മറന്നു, പ്രയാസത്തെ മറന്നു, ഭാരങ്ങളെ മറന്നു, ഉറപ്പോടെ ഞാൻ കർത്താവിന് വേണ്ടിയുള്ളവനാണ്, കർത്താവ് എന്നിൽ വസിക്കുന്നു, ഞാൻ ജയാളിയാണ്, ഞാൻ ഒരു അനുഗ്രഹമാണ് എന്ന ബോധ്യത്തിൽ ചുവടുകൾ വെക്കുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരുമെന്നതിൽ ഒരു സംശയം വേണ്ട. യു ആർ എ ബ്ലെസ്സിങ്. നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. മറന്നു പോകരുത്. വീണ്ടും പറയാം, നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ വിശ്വസിക്കാമോ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതായത് എന്നെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്താൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കാം. ഐ ആം ഫ്രീ ഫ്രം സിക്നെസ്, ഐ ആം ഫ്രീ ഫ്രം പെയിൻ, ഐ ആം ഫ്രീ ഫ്രം ഫിയർ, ഐ ആം ഫ്രീ ഫ്രം അൺബിലീഫ്, ഐ ആം ഫ്രീ ഫ്രം സ്ലേവറി, ഐ ആം ഫ്രീ ഫ്രം സ്ലേവറി. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ പിതാവിനോടുള്ള ബന്ധത്തിൽ വസിപ്പാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ശരീരത്തിൽ രോഗികളായിട്ട് എന്നെ കാണുന്നവർക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ അപ്പന്റെ ജീവൻ അവരിലേക്ക് ഒന്ന് ഒഴുകട്ടെ. കർത്താവ്, ഈ നിമിഷം തന്നെ അവരുടെ ശരീരങ്ങളിൽ നിൽക്കുന്ന സകലവിധമായ രോഗങ്ങളും സകല രോഗങ്ങളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം അവരിൽ ഉണ്ടാകട്ടെ. വിടുവിക്കുന്ന കർത്താവിന്റെ കരം അവരിൽ വെളിപ്പെടുമാറാകട്ടെ. ആ ബലഹീനതകൾ പൂർണ്ണമായി മാറട്ടെ. പരിപൂർണമായ ബലഹീനതകൾ മാറട്ടെ. ഇപ്പോൾ തന്നെ സ്വർഗീയ ഹല്ലേലൂയ ആ കർത്താവിന്റെ സാന്നിധ്യം, മഹത്വം അവരുടെ മേലേക്ക് നിറങ്ങി. കർത്താവെ, ആ രോഗം സൗഖ്യമായി എന്നുള്ള ബോധ്യം അവരുടെ അകത്ത് പകർന്നു നൽകുന്നതിനായിട്ട് നന്ദി. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ അവരിൽ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വിടുതൽ പ്രാപിക്കട്ടെ. ഇപ്പോൾ തന്നെ എത്ര മാരക രോഗമുള്ളവരും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, അങ്ങ് തൊട്ടതിനായി നന്ദി, അവിടുന്ന് വിടുവിച്ചതിനായി നന്ദി, സൗഖ്യമാക്കിയതിനായി സ്തോത്രം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായ സൗഖ്യമാക്കിയിരിക്കുക. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിൽ, ബിക്കോസ് ഐ എം ഇൻ ക്രൈസ്റ്റ്. യെസ്, ആ ബോധ്യത്തോടു കൂടെ വാഴാം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുക എന്നതിനപ്പുറത്ത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.